ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 8 ഗോളുകൾക്കാണ് മുംബൈ സിറ്റിയെ ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. നോവ സദോയും അതുപോലെ പെപ്രയൊക്കെ ഈ രണ്ട് താരങ്ങളും ഈ ഒരു മത്സരത്തിൽ ഹാട്രിക് നേടിയിരുന്നു. ഇഷാൻ പണ്ഡിതയുടെ ഒരു ഇരട്ട ഗോളൊക്കെ കണ്ട മത്സരമായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് മുഹമ്മദ് സെയ്ഫ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തകർപ്പൻ പ്രകടനമാണ് താരം ഇന്നലെ മുംബൈ സിറ്റിക്കെതിരെ പുറത്തെടുത്തത്. തായ്ലൻഡ് പ്രീ സീസൺ പര്യടനത്തിലെ മികച്ച പ്രകടനമാണ് ശരിക്കും സെയ്ഫിനെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്കുള്ള വഴി തുറന്നത്. പ്രീ സീസൺ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. നേരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലായിരുന്നു. തായ്ലൻഡിലെ പ്രീ സീസൺ ടീമിൽ താരമുണ്ടായിരുന്നു. മത്സരങ്ങളിലെല്ലാം തകർപ്പനും പ്രകടനം കാഴ്ചവെച്ചു. നിലവിൽ പുതിയ കോച്ച് സാരയുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന മലയാളി താരം മുഹമ്മദ് സെയ്ഫ്. മുംബൈ സിറ്റിക്കെതിരെയൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. വരും മത്സരങ്ങളും സെയ്ഫിന് ആദ്യ ലെവലിൽ തന്നെ കാണാൻ കഴിയും. ഡ്യൂറന്റ് കപ്പിൽ ഈ ഒരു പ്രകടനമാണ് അദ്ദേഹം തുടരുന്നതെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവലിൽ സെയ്ഫിനെ കാണാൻ കഴിയും. എന്തായാലും ഒരു പുതിയ താരം കൂടി പിറവിയെടുക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ. മലയാളി താരത്തിന്റെ പ്രകടനം മികച്ച പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്. തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടനത്തിലെ തകർപ്പൻ പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്കുള്ള വഴി തുറന്നത്. നിലവിൽ മുഹമ്മദ് സെയ്ഫ് പുതിയ കോച്ച് സാരയുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരമാണ്. എന്തായാലും പഞ്ചാബ് FC-ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. സെയ്ഫിൽ നിന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിലും കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്.